ഫാമിലി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വീഡിയോ ഒരു സൺഡേയിലത്തെ വീഡിയോ കേട്ടോ. കുറച്ച് ദിവസമായി എടുത്ത് വെച്ചിട്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചു കേട്ടോ. ഇപ്പം ഇവിടെ സമയം 10 മണിയായിട്ടോ. ഞാൻ ദേ ഇപ്പം എഴുന്നേറ്റിട്ടുള്ളൂ. ദേ ഒരാളിരുന്ന് രാവിലെ ഇരുന്ന് മൊബൈലിലിരുന്ന് ഗെയിം കളിക്കണു. TV കംപ്ലൈന്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് എഴുന്നേപ്പിച്ചേക്കണതാട്ടോ. എന്താണ് സംഭവം? പിന്നെ ദേ എൻ്റെ അലങ്കോലമായി കിടക്കുന്ന ഈ കുഞ്ഞി അടുക്കള ഒന്ന് വൃത്തിയാക്കി ഇടണം, അല്ലെങ്കിൽ കെട്ടി ഇതും അതുപോലെ തന്നെ. മുമ്പ് നമുക്ക് നമ്മുടെ തലേദിവസം അരച്ച് വെച്ച അരി ഒന്ന് എടുക്കാട്ടോ. ഞാൻ ദേ ഇവിടെ മൈക്രോവേവിന്റെ ഉള്ളിൽ പുളിക്കാൻ വേണ്ടിയിട്ട് മൈക്രോവേവിന്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കൂട്ടോ. നന്നായിട്ട് പുളിച്ച് കിട്ടൂട്ടോ. സൂപ്പറായിട്ട് പുളിച്ചിട്ടുണ്ടോ? അതെ, പുളിച്ച് കിട്ടിയേക്കണ സാധനം കണ്ടോ. അതെങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അറിയില്ലാത്തവർക്ക് ഉപകാരമാകും. ഇതൊക്കെ കണ്ടോ, നന്നായിട്ട് നന്നായിട്ട് സാധനം പുളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പം ബീഫ് കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബീഫ് നമ്മൾക്ക് എടുക്കാം കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നൊരു ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ഇപ്പൊ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. 10 മണിയായപ്പോ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. അപ്പോ ഇന്ന് തിരക്കുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണിക്ക് എഴുന്നേറ്റ കാരണം അതിന്റെ കുറച്ച് തിരക്കുണ്ട്. അതല്ലാണ്ട് നമുക്ക് പള്ളിയിൽ പോണം. സൺഡേ അല്ലേ, അപ്പൊ പള്ളിയിൽ പോണം. പിന്നെ ഫസ്റ്റ് സൺഡേ ഞങ്ങൾക്ക് ഇവിടെ കുർബാന ഫസ്റ്റ് സൺഡേ തേർഡ് സൺഡേ ആണ്. അപ്പൊ ഇന്ന് ഫസ്റ്റ് സൺഡേ ഉള്ളതുകൊണ്ട് ഞാൻ കൊയറിലുള്ളതുകൊണ്ട് എനിക്ക് കൊയറിൽ പോകണം. മോൻ സൺഡേ ക്ലാസ്സിലുണ്ട്, അവിടെയും പോകണം. പിന്നെ എന്തായിരുന്നു, പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് വൈകിട്ട് നമുക്ക് 6 മണി തൊട്ട് 11 മണി വരെ ഒരു ആദ്യ കുർബാന. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ മോന്റെ ആദ്യ കുർബാനയുടെ പരിപാടിക്ക് ഫംഗ്ഷന് വിളിച്ചിട്ടുണ്ട്, കുർബാനയ്ക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ സമയത്ത് നമ്മുടെ പള്ളിയിൽ കുർബാന ഉള്ളതുകൊണ്ട് നമ്മൾ കുർബാനയ്ക്ക് പോകുന്നില്ല, നമ്മൾ ആ ഫംഗ്ഷൻ കൂടാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 12:30 ആകുമ്പോൾ നമ്മുടെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണം കേട്ടോ. ഇവിടെ ഇപ്പോൾ സമയം 10 മണിയായി. എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് ഇതേ ഞാൻ അപ്പം ഉണ്ടാക്കി അപ്പം അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, അപ്പം അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പുളിക്കും കേട്ടോ. നമ്മൾ അതെങ്ങനെയാണ് ട്രിക്ക് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ എനിക്കൊന്ന് ചായ ഉണ്ടാക്കണം. ചായ ഉണ്ടാക്കി കുടിച്ചാലാണ് എനിക്ക് സമാധാനമുള്ളൂ. അപ്പം നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. നമുക്കിവിടെ ബോട്ടിൽഡ് ആയിട്ടോ പാല് മേടിക്കാൻ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഒന്നരാടം പോയി ഇതുപോലെ ഒരു ബോട്ടിൽ മേടിച്ചോണ്ട് വരും. ഇത് 3.7% ഫാറ്റ് ഉണ്ട് ഇതിന്റെ ഉള്ളില്. പിന്നെ എത്ര ലിറ്റർ ആണെന്ന് നോക്കട്ടെ. എന്റെ അറിവിൽ ഇത് 13 ജൂൺ വരെ നമുക്കിത് യൂസ് ചെയ്യാം. 2.27 ലിറ്റർ ആട്ടോ. 2 ലിറ്ററിൽ കൂടുതൽ ഉണ്ട് ഈ ക്യാനില്. അപ്പൊ നമ്മള് ഇതാണ് എന്റെ അളവ് കപ്പ് കേട്ടോ. ഞാൻ ഈ ഒരു കപ്പ് ഫുള്ള് ഇതാ ഇങ്ങനെ എടുക്കും. ഈ ഒരു കപ്പ് ഫുള്ള് പാലെടുക്കും. എനിക്ക് നന്നായിട്ട് പാലും ചായപ്പൊടി ആണെങ്കിൽ ചായപ്പൊടി, കാപ്പിപ്പൊടി ആണെങ്കിൽ കാപ്പിപ്പൊടി, ഇതെല്ലാം നന്നായിട്ട് കൂടണം. പഞ്ചസാരയും കൂടണം കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ചായയും കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ പഞ്ചസാരയും നല്ല കടുപ്പമൊന്നും ഇല്ലെങ്കിൽ കുടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ നന്നായിട്ട് പാലും ഞാൻ നന്നായിട്ട് ആഡ് ചെയ്യൂ കേട്ടോ. പിന്നെ അതേ സോസ് പാനിലേക്ക് ഞാൻ വെച്ചിട്ട് ഇത്രയും തന്നെ ഈ ഒരു കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്യും. ഈ കപ്പല ഒരു ഇച്ചിരിയോടെ ആഡ് ചെയ്യൂ കേട്ടോ. ഈ ഒരു കപ്പ് വെള്ളവും അത് കഴിഞ്ഞ് ഒരു ഇച്ചിരിയോടെ ആഡ് ചെയ്യേ. ഇത് ആഡ് ചെയ്യും. എന്നിട്ട് ഞാൻ ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഗ്യാസിന് ഇച്ചിരി ഇതായി കഴിഞ്ഞപ്പോ ഇവിടുത്തെ പാത്രങ്ങളല്ലാട്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാത്രം ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരു ഭയങ്കര ഒരു ഇതാണ്. കുറച്ച് ചായ ചൂടായി കഴിഞ്ഞ് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ പിടച്ചിങ്ങനെ പുറത്തേക്ക് ചാടുവേ. അപ്പൊ ഞാൻ അതങ്ങനെ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുമ്പില്ലേ, ഈ തുമ്പിന്റെ അവിടെ ഈ കപ്പങ്ങ് വെക്കും. അപ്പൊ അത് പിടക്കത്തില്ല. അപ്പൊ അതങ്ങനെ നമ്മൾ ചായ തിളച്ച് നമുക്ക് അങ്ങനെ എടുക്കാട്ടോ. ഞാൻ അങ്ങനെയാട്ടോ സ്ഥിരം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇറച്ചി ഒന്ന് നോക്കിയെടുക്കണം. ഇവിടെ ഭയങ്കര വിലയാണ് ഇറച്ചിക്ക്. എത്രയാ ഇതിന് 11.something പൗണ്ട്. 11.something പൗണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോ നാട്ടിലെ ഒരു 1100-1200 രൂപയുടെ അടുത്ത് കേട്ടോ.
ഞങ്ങൾ മേടിച്ചത് ബോൺലെസ് ആയിട്ടുള്ള ബീഫാണ്. നമുക്ക് പല ടൈപ്പ് ബീഫ് മേടിക്കാൻ കിട്ടും. ബോൺലെസ് കിട്ടും, ബോൺ ഉള്ളത് കിട്ടും, അല്ലാത്ത എല്ലാം കിട്ടുവേ. അപ്പൊ നമ്മൾ മേടിച്ചത് ബോൺലെസ് ആയിട്ടുള്ള ബീഫാണ്. ഞാൻ പറഞ്ഞില്ലേ, അവരോട് നമ്മൾ അവരോട് സ്മോൾ പീസ് ആക്കി തരാൻ പറയുമ്പോൾ അവര് സ്മോൾ പീസ് ആക്കി തരണതാ ഇങ്ങനെയാണ്. ഇത് നമുക്ക് കഴിക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പൊ ഇവർക്ക് എന്നൊക്കെ പറഞ്ഞ ഇംഗ്ലീഷുകാർക്ക് അവർ ഈ സ്റ്റീക്ക്, റോസ്റ്റ് അങ്ങനത്തെ സാധനത്തിനല്ലേ ബീഫൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മളെ പോലെ ഇങ്ങനെ അരിഞ്ഞു നുറുക്കി അങ്ങനെയൊന്നും ആരും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നമുക്കിതൊന്ന് നുറുക്കി എടുക്കണം കേട്ടോ. എനിക്ക് ഇറച്ചി നുറുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലായിരുന്നപ്പോഴും അത് ഇവിടെ എനിക്ക് ഇറച്ചി മീനൊക്കെ നുറുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, അതിനോട് ഭയങ്കര ആക്രാന്തമുള്ളതുകൊണ്ടായിരിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എസ്പെഷ്യലി നമ്മുടെ ചാളയും കൊഴുവയും നന്നാക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. നമ്മൾ ഈ മേടിച്ചത് 1/2 കിലോ ബീഫാണേ. അപ്പൊ ഞാനിതൊന്ന് നുറുക്കിയിട്ട് അപ്പൊ നമ്മൾ ഇറച്ചിയൊക്കെ നുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി കഴുകി വാരി അടപ്പത്തേക്ക് വെക്കാം. ഞാനിത് വേവിച്ച് വെക്കുള്ളൂ കേട്ടോ. കാരണം ഒലത്തണത് ജിജു ആണ്. ജിജു എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ ജിജു എനിക്ക് ഒലത്തി തരും. ഞാൻ ഇറച്ചി ഒലത്തി അത്ര ടേസ്റ്റ്, എനിക്ക് ഇറച്ചി ഒലത്ത അറിയാം, പക്ഷെ ജിജു വെക്കണ അത്ര ടേസ്റ്റിന്റെ അത്ര വരത്തില്ലാവേ. എനിക്ക് ജിജു വെക്കണത് ഭയങ്കര ഇഷ്ടം. നല്ല തിക്ക് ഗ്രേവി ഒക്കെ ആയിട്ട് ജിജു ഉണ്ടാക്കി തരുവേ. അപ്പൊ ഇന്ന് അപ്പം ഉണ്ടാക്കാന്നാണല്ലോ വിചാരിച്ചേക്കുന്നത്. അപ്പൊ അപ്പത്തിന് ശരി ഗ്രേവി ഒക്കെ കൂട്ടി കഴിക്കുമ്പോഴല്ലേ ടേസ്റ്റ് ഉള്ളൂ. അപ്പൊ ജിജു ഉണ്ടാക്കി തരും. ജിജുവിനോട് ഇറച്ചി വേവിച്ച് വെക്കാനാ പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് കഴുകി വാരി അടപ്പത്തിട്ട് വേവിച്ച് വെക്കട്ടെ കേട്ടോ. അപ്പൊ ഞാൻ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കട്ടെ. ഇതിപ്പോ ഇന്നലത്തെ ചിക്കന്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന ബോക്സിലാക്കി വെച്ചതാണ്. സ്പൂണൊക്കെ അതിന്റെ കൂടെ നമുക്ക് അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അപ്പത്തിലേക്ക് ഞാൻ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ ഉപ്പിട്ട് വെച്ചാലും നമ്മുടെ ചായ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ അപ്പം അങ്ങോട്ട് ചുട്ടെടുക്കാലോ. നമ്മളെല്ലാം ഒരു ഊഹത്തിലാണ് ഇടുന്നത്. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്, ഉപ്പിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ പാല് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ദിവസങ്ങളിൽ ഞാൻ കാപ്പിയാണ് ഉണ്ടാക്കാറ്. അപ്പൊ ഇന്ന് ഞാൻ ചായ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. കുറെ നാളായി ചായ ഉണ്ടാക്കി കുടിച്ചിട്ട്. എന്നാ പിന്നെ ചായ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇതേ ചായക്കുള്ള പൊടി ഇടുന്നു. ഞാൻ ഇപ്പൊ സ്പൂൺ എടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളച്ചു പോകത്തില്ല എന്നാട്ടോ. അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നാണ്. അപ്പൊ പഞ്ചസാര ഇട്ട് കൊടുക്കാവേ. സ്പൂൺ അങ്ങനെ ഇട്ടായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചായ തിളച്ചു പോകത്തില്ല കേട്ടോ. അപ്പോൾ അതേ ചായയൊക്കെ ഉണ്ടാക്കി. ചായ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു വീക്ക്നെസ് ആട്ടോ. ഭയങ്കര വീക്ക്നെസ് ആണ് എനിക്ക് ചായ. അപ്പൊ നമ്മുടെ ചായ ഏകദേശം ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് അടുപ്പത്തുനിന്ന് വാങ്ങിയെടുക്കാം കേട്ടോ. ഈ സ്പൂണ് ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പൊ നമ്മള് ചായ ആറ്റാൻ പോവാണേ. അപ്പൊ നമ്മുടെ കുക്കർ ഓൾറെഡി 2 വിസിൽ അടിച്ചു. ചായ ഒന്ന് ആറ്റി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കുക്കർ അടിച്ചു. അപ്പൊ അത് മാറ്റി വെച്ചു. ഇനി അപ്പൊ നമ്മുടെ ചായ റെഡി ആട്ടോ. ഇത് എനിക്ക് എന്റെ അനിയത്തി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് എന്ന കപ്പാണ്. ക്യൂൻ എന്ന് പറഞ്ഞിട്ട് കിങ് എന്ന് പറഞ്ഞിട്ട് ജിജുവിനും കപ്പുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത പണിയിലോട്ട് പോകാം.
നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം ചൂടണം കേട്ടോ. അപ്പൊ അതെ നമ്മള് ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഫ്രൈ പാൻ ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ കേട്ടോ. ഇവിടെ പിന്നെ കുറച്ച് അടുക്കള വൃത്തിയാക്കാണ്ടായിരുന്നു, പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കഴുകി വെച്ചു കേട്ടോ. അപ്പൊ അതെ നമ്മള് അടുക്കളയുടെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കഴുകി കഴിഞ്ഞ് നമുക്കൊന്നത് ഓക്കെ ആക്കി ഇടണം. എന്നിട്ട് നമുക്ക് ജിജുവിനെ വിളിക്കണം കേട്ടോ. ജിജു വന്ന് എന്നാന്ന് വെച്ചാൽ ഇനി കാണിക്കട്ടെ അല്ലേ. താൻ പാതി നമ്മള് ഭർത്താക്കന്മാർക്ക് നമ്മള് കുറച്ച് പണി കൊടുക്കണം എന്നല്ലേ പറയണേ. ഇവിടെ ഞങ്ങൾ അങ്ങനെയാട്ടോ, രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് എല്ലാ പണിയും ചെയ്യുന്നത് കേട്ടോ. രണ്ടുപേർക്ക് ഓഫുള്ള ദിവസങ്ങളിലാണെങ്കിൽ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് പണിയെല്ലാം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അതെ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ധൈര്യമായിട്ട് ജിജുവിനെ വിളിക്കാം. അല്ലെങ്കിൽ ജിജു വരുമ്പോ നമ്മള് അതിന്റെ ഇടയ്ക്ക് ഞാൻ അപ്പം ചുട്ടിട്ടോ, ഒരു 3 അപ്പം ചുട്ട് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം അടുപ്പത്താണ്. അതിന്റെ ഇടയ്ക്ക് ചായ അതെ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്ത്രീകൾ ഒരു മൾട്ടി ടാലന്റഡ് ആൾക്കാരാണല്ലേ. ഞാൻ എപ്പോഴും ചിന്തിക്കും, എത്ര കഴിവില്ല എന്ന് പറഞ്ഞാലും നമുക്ക് ശരിക്കും ഭയങ്കര മൾട്ടി ടാലന്റഡ് ഉള്ള ഒരു വ്യക്തികളാണ് നമ്മളെല്ലാവരും. പാത്രം കഴുകി കഴിഞ്ഞതാ എന്റെ അവസ്ഥ ഇതാ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അവസ്ഥ വരാറുണ്ടോ? എനിക്കിതാ ഇങ്ങനെയാണ്. എന്ന് പാത്രം കഴുകിയാലും ഫുൾ മേത്തേക്കാണ് ഞാൻ ആക്കി വെക്കും കേട്ടോ. നമുക്കൊരു പണി കിട്ടി. ജിജു കറി ഉണ്ടാക്കി തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഊടായ്പ കറി ഉണ്ടാക്കാം. ഞാൻ അതിന് സവാളയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി സവാള അരിയണം. അപ്പോഴേ ഇനി കറി ഉണ്ടാക്കാനുള്ള ജിജു എന്നെ ചതിച്ചു. ഇടയ്ക്ക് പിള്ളേര് വന്ന് പുറത്ത് കളിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർക്കുള്ള വാതിലൊക്കെ തുറന്നു കൊടുത്തു. പിന്നെ അത് ഇറച്ചി എനിക്ക് ഉണ്ടാക്കണമായിരുന്നു. അങ്ങനെ ഇറച്ചിക്കുള്ള മഞ്ഞപ്പൊടി, മുളക്, ഉള്ളിയൊക്കെ മൂപ്പിച്ചതിന് ശേഷം മസാലകളെല്ലാം ചേർത്തിൻ്റെ ഇറച്ചിക്കറിയൊക്കെ റെഡിയാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എല്ലാവർക്കും ഉള്ള അപ്പമൊക്കെ ചുട്ട് വെച്ചു കേട്ടോ. നല്ല മണം വരുന്നുണ്ടേ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമ്മള് നമ്മുടെ അടുക്കളയും കൂടെ ക്ലോസ് ചെയ്യാൻ പോട്ടത്. നമ്മളിപ്പോ ഇവിടെ ഇനി അടിച്ചും കൂടെ വാരി 11:25 ആയിട്ടുണ്ട്. ചേച്ചു എന്താ ചെയ്യണേ നോക്കാവേ. ഏട്ടാ എഴുന്നേറ്റ്. പിന്നെ ജിജുവിനെ കുറിച്ച് ഞാനും കുളിക്കാനൊക്കെ പോയിട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അന്നേരം കാണിക്കാം കേട്ടോ. ഡേവിഡിന് ജിജു ഒക്കെ ഫുഡ് കഴിച്ചു. ഞാൻ വിചാരിച്ചു ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഡ്രസ്സ് മാറട്ടെ കേട്ടോ. അപ്പൊ ദേ ഞാൻ ഔട്ട്ഫിറ്റൊക്കെ ഇട്ടു. ചുരിദാറാണ്, ഷോൾ ഇടുന്നില്ല കേട്ടോ. ചുരിദാറാണ്, ടോപ്പും പാൻറ്റായിട്ടാണ് പെയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്ന മേക്കപ്പുകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. സിമ്പിൾ മേക്കപ്പ് ആണ്. ഫസ്റ്റ് തന്നെ ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ ഇട്ട് കൊടുക്കുന്ന മോയ്സ്ചറൈസർ നിവിയയുടെ മോയ്സ്ചറൈസർ ആട്ടോ. നമ്മൾ തിരക്ക് പിടിച്ചാണ് ഡ്രസ്സ് മാറ്റുന്നത്. അത് കാരണം ഞാൻ ഒന്നും വലിയ കാര്യമായിട്ട് നോക്കുന്നില്ല. കാരണം സമയം ഒരുപാട് കഴിഞ്ഞു. 12:30 നമുക്ക് ഇവിടുന്ന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ 12:30 ഇറങ്ങുമ്പോൾ നടക്കില്ല. 12:15 അത് കഴിഞ്ഞ് ഞാൻ ചെയ്യണത് നമ്മുടെ റോസ് ഗോൾഡ് ഐഷാഡോ പാലറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഏത് കമ്പനിയുടെ ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ നല്ലതാട്ടോ. അത്യാവശ്യം ഒരുപാട് ഐഷാഡോ ഒന്നും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പാലറ്റുകളാണ്. ഞാനപ്പോൾ അതിനൊരു കോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് എടുക്കുന്നത്. കാരണം എൻ്റെ ഡ്രസ്സ് ആ കളറാണല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ഈ കളർ എൻ്റെ കൈത്തുമ്പ് വെച്ചിട്ടാണോ ചെയ്യുന്നത്. പിന്നെ കണ്ണിൻ്റെ അടിയിൽ നമ്മുടെ ഹിമാലയയുടെ കാതിൽ വെച്ചത് വരച്ചു കൊടുക്കുന്നുണ്ട്. ആസ്ലറിന്റെ ഇത് വെച്ചിട്ട് നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മേക്കപ്പ് ചെയ്യൽ കഴിഞ്ഞു. ഇനി ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് ഇടുന്നുള്ളൂ. ലിപ്സ്റ്റിക്കും ഹെയറും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫുൾ കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് കറി, രാവിലെ ഉണ്ടാക്കിയ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം കഴിക്കുവാണേ. കാരണം ഞാൻ പറഞ്ഞില്ല ഓൾമോസ്റ്റ് 12:15 നമ്മൾ 10:30 തുടങ്ങിയത്.
അപ്പോൾ അതാ എൻ്റെ ഫുൾ മേക്കപ്പ് റെഡിയായി, കണ്ണെഴുതി അടിപൊളിയാക്കിയില്ലേ. അപ്പം ഇതാണ് എൻ്റെ കറക്റ്റ് ഔട്ട്ഫിറ്റ്. ജിജുവും പിള്ളേരും അങ്ങോട്ട് പോയിട്ടോ. നമ്മളിപ്പോൾ വണ്ടിയുടെ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. വണ്ടിയുടെ അങ്ങോട്ടേക്ക് നടക്കുവാണ്. നമ്മൾ വീടിൻ്റെ അവിടെ നിന്നൊരു ഇച്ചിരി ഇന്നലെ പാർക്കിംഗ് കുറച്ച് ദൂരെയാണ് കിട്ടിയത്. നമുക്ക് വീടിൻ്റെ അവിടെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ആയിട്ടില്ല, നമ്മുടെ സ്ട്രീറ്റിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് അതില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ വണ്ടിയുടെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ പള്ളിയിലൊക്കെ ചെന്നു. പള്ളിയിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് നമുക്ക് മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പിന്നെ ഫുഡ് കണ്ടാൽ വിടൂലല്ലോ. അവിടെ നിന്ന് മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങളൊരു 6 മണി ആയപ്പോഴത്തേക്കും നമ്മൾ പരിപാടി നടക്കുന്ന ഹാളിൽ ചെന്നു. അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ജിജു സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പോയി. പിന്നെ അവിടെ ഡാൻസൊക്കെ പിള്ളേരൊക്കെ ഉള്ളായിരുന്നു. പിള്ളേരൊക്കെ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും തന്നെ വന്നു. അവസാനം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വക വലിയ കലാശക്കൊട്ടായിട്ട് ഡാൻസൊക്കെ കളിച്ച. ഇതുവരെ സ്റ്റേജിൽ ഡാൻസ് കളിക്കാത്ത ഞാൻ ഭയങ്കര തുള്ളലൊക്കെ ആയിരുന്നു കേട്ടോ സ്റ്റേജിൽ കയറി നിന്ന്. അങ്ങനെ തുള്ളി ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ അടിച്ചു പൊളിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.